ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന് പിന്നാലെ ഇനി എന്ത് എന്ന ചോദ്യം കൂടി ബാക്കിയുണ്ട്. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് എപ്പോൾ? എന്തൊക്കെയാണ് സഭയുടെ നടപടിക്രമങ്ങൾ? നോക്കാം. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധികാരിയും റോമാരൂപതയുടെ മെത്രാനും വത്തിക്കാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ ഭരണാധികാരിയുമാണ് മാർപ്പാപ്പ. നിലവിലെ മാർപ്പാപ്പ മരിച്ചാൽ 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ പുതിയ ആളെ തെരഞ്ഞെടുക്കണം. ഇതിനായി കർദിനാൾമാരുടെ കോൺക്ലേവ് വിളിച്ചു ചേർക്കും. പുതിയ കാനോൺ നിയമപ്രകാരം 80 വയസ്സിൽ താഴെയുള്ള കർദിനാൾമാർക്കാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ അവകാശം. സിസ്റ്റൈൻ ചാപ്പലിലെ പ്രത്യേക മുറിയിലാണ് തെരഞ്ഞെടുപ്പ്. ഓരോ സമ്മതിദായകനും മാർപ്പാപ്പയാവുന്നതിന് തങ്ങൾ പ്രഥമ പരിഗണന നൽകുന്ന കർദിനാളിന്റെ പേര് ബാലറ്റിൽ രേഖപ്പെടുത്തും. ഒരു സ്ഥാനാർത്ഥിക്ക് 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ വോട്ടെടുപ്പ് തുടരും. ഓരോ വോട്ടെടുപ്പിന് ശേഷവും ബാലറ്റുകൾ കത്തിക്കും. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തോ ഇല്ലയോ എന്ന് അറിയിക്കുന്ന രീതിയും ഏറെ വ്യത്യസ്തമാണ്. ബാലറ്റുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിയ ശേഷം അവ സിസ്റ്റൈൻ ചാപ്പലിലെ പ്രത്യേക അടുപ്പിൽ രാസവസ്തുക്കൾ കൂട്ടിക്കലർത്തി കത്തിക്കും. ഈ അടുപ്പിൽ നിന്നുള്ള പുക സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നിന്ന് കാണാവുന്ന ഒരു ചിമ്മിനിയിലൂടെ പുറത്തേക്ക് വരും. വെളുത്ത പുകയാണ് വരുന്നതെങ്കിൽ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു എന്ന് ഉറപ്പിക്കാം. മറിച്ച് കറുത്ത പുകയാണെങ്കിൽ തീരുമാനമായില്ലെന്ന് വ്യക്തം. ബാലറ്റുകൾ കത്തിക്കുമ്പോൾ അതിൽ ചേർക്കുന്ന രാസവസ്തുക്കളുടെ പ്രവർത്തന ഫലമായാണ് 2 തരം പുക പുറത്തേക്ക് വരുന്നത്. ചില സമയം പുകയുടെ നിറം കറുത്തതോ വെളുത്തതോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക പ്രയാസമാണ്. അതിനാൽ പുതിയൊരു കീഴ്വഴക്കമെന്ന നിലയിൽ ബെനഡിക്ട് 16 പാപ്പയുടെ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കാൻ സിസ്റ്റൈൻ ചാപ്പലിലെ മണികളും മുഴക്കിയിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ സ്ഥാനമൊഴിയുക മരണത്തിലൂടെയോ അല്ലെങ്കിൽ സ്വയം രാജിവെക്കുന്നതിലൂടെയോ മാത്രമാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.